ومن سار على نهجهم وعلى الملائكة المقربين وعلى عباد الله الصالحين وعلينا معهم برحمتك يا أرحم الراحمين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹധന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആർക്കാമെന്ന് ഏറ്റെടുത്തവരെല്ലാവരെയും അല്ലാഹു അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹക്കായ ദീനിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ദീനിയായ നമ്മുടെ എല്ലാ സംരംഭങ്ങളും പ്രത്യേകമായി അല്ലാഹു തആല അവന്റെ ബർക്കത്തിലും പ്രത്യേകമായ ഹിഫ്ളിലും ആക്കി തരുമാറാവട്ടെ. ദീനി ഖിദ്മത്തിന്റെ രംഗത്തുള്ള നമ്മുടെ എല്ലാ സഹകാരികളെയും അല്ലാഹു പ്രത്യേകം ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാം പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് റമദാനിനു ശേഷം തുടങ്ങണം ക്ലാസ് എന്ന് പലപ്പോഴും ഇങ്ങനെ വിചാരിച്ച് സ്വതസിദ്ധമായിട്ടുള്ളൊരു മടിയൊക്കെ പാടെ ആയപ്പോ അങ്ങനെ ആൾക്കാരൊക്കെ പാടെ പിടിച്ചു കെട്ടുന്നത് വരെ അങ്ങനെ തരികിടയിൽ ഇങ്ങനെ മുന്നോട്ട് പോയതാ. ഏതായാലും ഇൻഷാ അല്ലാ ഇന്ന് മുതൽ നമുക്ക് പുനരാരംഭിക്കാം. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ 4:45 UAE ടൈം 4:45 മുതൽ 5:45 വരെയുള്ള സമയം ഇൻഷാ അല്ലാ ഖുർആനുമായി ബന്ധപ്പെട്ട ചെറിയ ചില ചിന്തകൾ നമുക്ക് പങ്കുവെക്കുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി ഉപയോഗപ്പെടുത്താനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കുകയും ചെയ്യാം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാര്, അതേപോലെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ കിതാബുകളുടെ മുസന്നിഫുമാർ, ദീനി പഠനത്തിന്റെ വിഷയത്തിൽ, ഇൽമിന്റെ വിഷയത്തിലൊക്കെ നമ്മെ സഹായിച്ചിട്ടുള്ള, നമുക്ക് ഭക്ഷണം തന്നിട്ടുള്ള, മറ്റ് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള എല്ലാ സുമനസ്സുകൾ അല്ലാഹു അവർക്കൊക്കെ ബർക്കത്തും ഖൈറും നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാരുടെയും അതേപോലെ തന്നെ മുസന്നിഫുമാരുടെയും ഒക്കെയുള്ള പ്രത്യേകമായ മദദ് അല്ലാഹു നമ്മുടെ ദീനി ഖിദ്മത്തിന്റെ എല്ലാ രംഗത്തും നൽകി നമ്മെ ഇസ്സത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന് മുമ്പ് നിർത്തുമ്പോൾ സൂറത്തുൽ ബഖറയുടെ 124-ാമത്തെ ആയത്തിന്റെ ചർച്ചയിലായിരുന്നു അവസാനിപ്പിച്ചത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ സംഗതികൾ കൊണ്ട് പരീക്ഷിക്കുകയും ആ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിങ്ങളെ ഞാൻ സമൂഹത്തിന് നേതാവാക്കി നിശ്ചയിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തനിക്കു കിട്ടിയ മഹത്തായ ഭാഗ്യത്തിലും അംഗീകാരത്തിലും മതിമറന്നു പോകുന്നതിനു പകരം ആ അംഗീകാരവും ഭാഗ്യവും സ്വീകരിക്കുകയും അതോടൊപ്പം ആ അംഗീകാരത്തിൻ്റെതായ ബെനിഫിറ്റ് തന്നിൽ മാത്രം ലിമിറ്റ് ആകാതിരിക്കാനും എന്റെ സന്താന പരമ്പരകളിൽ കൂടി ഒരുപാട് ആളുകളെ ആ നേതൃപദവി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാനുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, ഖാല വമിൻ ദുർരിയത്തി,
എന്റെ സന്താന പരമ്പരകളിൽ നിന്നും നീ നേതാക്കളെ കൊണ്ടുവരേണമേ അള്ളാഹുവേ എന്ന് ദുആ ചെയ്തു. ഖാല, അള്ളാഹു തആല അതിന് മറുപടി പറഞ്ഞു, ലാ യനാലു അഹദിൽ ളാലിമീൻ. സന്താന പരമ്പരകളിൽ നിന്ന് നേതാക്കൾ കൊണ്ടുവരണം എന്ന ആവശ്യം പരിഗണിച്ചിരിക്കുന്നു. പക്ഷേ നേതാവാകാൻ ഏതാപ്പയും മൂപ്പയും ഒന്നും പറ്റൂല. ഒരിക്കലും തന്നെ അക്രമത്തിന്റെയും കുറ്റവാസനയും ഉള്ള ആളുകളെ ഒന്നും ആ പദവിക്ക് ഞാൻ തെരഞ്ഞെടുക്കില്ല. അഥവാ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ മാത്രമേ, ഉന്നതമായ വ്യക്തിത്വങ്ങളെ മാത്രമേ ഈ നേതൃ പദവിക്ക് ഞാൻ തെരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ചർച്ച നമ്മൾ നേരത്തെ വിശദമായി നടത്തിയിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് പോണില്ല. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ആ പരീക്ഷണം എന്നതിൽ വിവിധ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തന്റെ ശരീരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, തലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉദാഹരണമായി വായിൽ വെള്ളം കൊപ്പിളിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റൽ, അതുപോലെ തന്നെ മുടി ചീകൽ, മീശ വെട്ടൽ, മിസ്വാക്ക് ചെയ്യൽ, അതുപോലെ തന്നെ അതുപോലെ ചേലാകർമ്മം നടത്തൽ, ഗുഹ്യരോമം ഒഴിവാക്കൽ, കക്ഷരോമം ഒഴിവാക്കൽ, നഖം വെട്ടൽ, അതേപോലെ തന്നെ വെള്ളം കൊണ്ട് മനോഹരം ചെയ്യൽ. ഈ 10 കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശം എന്നതാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞത് 30 പ്രത്യേകമായിട്ടുള്ള സ്വഭാവ വിശേഷണങ്ങളും അതേപോലെ തന്നെ പെരുമാറ്റച്ചട്ടങ്ങളും ജീവിതത്തിൽ പാലിക്കണം എന്ന കൽപ്പനയായിരുന്നു. അതിലെ 30 എണ്ണം 10 എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 112-ാമത്തെ ആയത്തിൽ മുതൽ വിശദീകരിച്ചിട്ടുള്ളതാണെന്നും വേറെ 10 കാര്യങ്ങൾ സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുള്ളതാണെന്നും വേറെ 10 എണ്ണം സൂറത്തുൽ മുഅ്മിനൂനയുടെ ആദ്യം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളതാണെന്നും മറ്റൊരഭിപ്രായത്തിൽ 30 അല്ല, ഈ പറഞ്ഞ 30ന്റെ കൂടെ സൂറത്തുൽ മആരിജിലെ 10 വാക്യങ്ങൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആണ് അതിലെ രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, തവാഫ്, സഅയ്, അതേപോലെ തന്നെ കല്ലെറിയൽ, ഇഹ്റാം ചെയ്യൽ തുടങ്ങിയിട്ടുള്ള സംഗതികളാണെന്നാണ്. മറ്റൊരു വ്യാഖ്യാനം സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ വയസ്സുകാലത്തുള്ള ചേലാകർമ്മം, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടൽ, മകനെ അറക്കണമെന്ന കൽപ്പന നടത്തൽ, സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹിജറ പോകണമെന്ന നിർദ്ദേശങ്ങൾ, ഈ 7 കാര്യങ്ങളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. എന്നാൽ ആ കാര്യങ്ങളൊക്കെ താൻ ഭംഗിയായി നിർവഹിച്ചു. സൂര്യൻ, ചന്ദ്ര, നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അന്ന് ആ സാധനങ്ങളെയൊക്കെ, പ്രകൃതിയിലെ പല വസ്തുക്കളെയും ദൈവങ്ങളാക്കി കൊണ്ട് നടക്കുന്ന ജനസാമാന്യത്തിന്റെ മുന്നിൽ അത്തരം പ്രകൃതി അവരുടെ നാട്ടിൽ മൂടുറച്ചു പോയ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതാനും അതിനെതിരെ പ്രവർത്തിക്കാനും ഒഴുക്കിനെതിരെ നീന്താനുമുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ ഉണ്ടാകുന്ന, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ സഹിക്കാനുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതേപോലെ തന്നെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സഹിക്കാൻ തയ്യാറായ മനസ്ഥിതി, മകനെ അറക്കണമെന്ന കൽപ്പന വന്നപ്പോൾ പടച്ചോൻ കൽപ്പിച്ചാൽ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അറവിന് വേണ്ടി കൊണ്ടുപോയത്, അതേപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യാൻ തയ്യാറായത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശം. അതാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ദീനി ഖിദ്മത്തിന്റെ രംഗത്ത് സജീവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കൽപ്പനകളും പൂർണ്ണമായി പാലിച്ചു എന്ന് തന്നെയാണ് ഖുർആനിൽ തന്നെ അത് നമുക്ക് കാണാലോ. ഇബ്രാഹിം അല്ലദീ വഫ, സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞ വഫ, അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ നിർദ്ദേശങ്ങളും അദ്ദേഹം പൂർത്തിയാക്കി, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്ത കരാറുകൾ, ആ കരാറുകളെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി എന്ന് കാണാം. മറ്റൊരഭിപ്രായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തുൽ ബഖറയുടെ 131-ാമത്തെ ആയത്തിൽ, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അസ്ലംതു, അനുസരിച്ചു, എപ്പ അനുസരിച്ചു എന്ന് ചോദിച്ചാൽ മതി എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് വഴങ്ങിക്കൊടുത്തതാണ് ഉദ്ദേശം എന്നാണ് മറ്റൊരു അഭിപ്രായം. ആറാമത്തെ അഭിപ്രായം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഏകദൈവ സിദ്ധാന്തത്തിന്റെ സത്യസന്ധത സ്ഥിരീകരിച്ചുകൊണ്ടും ബഹുദൈവത്വത്തിന്റെ അപകടവും അതേപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള പൊട്ടത്തരവും വിശകലനം ചെയ്തുകൊണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള കുറെ സംവാദങ്ങൾ നമ്രൂദുമായും അതേപോലെ തന്നെ തന്റെ പിതാവുമായും, പിതാവിച്ചാൽ എളാപ്പയുമായും, ആസർ പറഞ്ഞ എളാപ്പയുമായും അതേപോലെ തന്നെ നാട്ടുകാരുമായൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് സംവാദങ്ങൾ. അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് സംബന്ധമായി, നോമ്പ് സംബന്ധമായി, ഗനീമത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ് എന്നുമൊക്കെ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും വന്നാൽ ഈ അഭിപ്രായങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്താൽ ഇതെല്ലാം വാസ്തവത്തിൽ ആര് പാലിച്ചിട്ടുണ്ടായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പാലിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ആവശ്യമായിട്ടുള്ള ഈ സംഗതികളിലെല്ലാം തനിക്ക് 100 മാർക്ക് നേടാൻ പറ്റും വിധത്തിലുള്ള സേവനം മഹാനവർകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുള്ള വല്ലാത്തൊരു പ്ലസ് പോയിന്റ് ആയി അത് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ നമ്മൾ ബഹുമാനപ്പെട്ട ഹജ്ജിന്റെ മാസങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുടെ പ്രത്യേകമായ അനുസ്മരണത്തിന്റെ കുത്തൊഴുക്കിലേക്ക് സത്യവിശ്വാസികൾ സന്തോഷത്തോടുകൂടെ അതിലേറെ ആത്മഹർഷത്തോടുകൂടെ കടന്നു വരുന്ന ഒരു നല്ല സന്ദർഭം. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേകമായി വിശകലനം ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന അവസരം എന്നത് ഒരു പ്രത്യേകമായ തൗഫീഖായി അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സൗഭാഗ്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാഹു തആല അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മയും അവരോടൊപ്പം സ്വർഗത്തിൽ ഒത്തുകൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ മാതൃകാപരമായ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി പരമാവധി ആവാഹിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആയത്തിലേക്ക് 125 ഇന്ന് ഞാൻ ഓതി വെച്ച ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സൂറത്തുൽ ബഖറയുടെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വ അംനൻ. കഅബാലയത്തെ ജനങ്ങൾ പോയി മടങ്ങുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലം നാം ആക്കിയ സന്ദർഭം ഓർക്കേണ്ടതാണ്. വ അംനൻ, അതേപോലെ ഒരു നിർഭയത്വത്തിന്റെ കേന്ദ്രവും ആക്കിയത് ഓർക്കണം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മക്കാം എന്ന് പറയുന്ന ആ കല്ലിനെ നിസ്കാര സ്ഥലം ആക്കുകയും വേണം നിങ്ങൾ. അഹദിന ഇലാ ഇബ്രാഹിമ വ ഇസ്മായിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്കും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലേക്കും നമ്മൾ അറിവ് നൽകി അല്ലെങ്കിൽ അവരോട് കൽപ്പന കൊടുത്തു. അൻ തഹിറ ബൈത്തിയ, എന്റെ വീടിനെ നിങ്ങൾ രണ്ടുപേരും വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. ലി തായിഫീന, കഅബയെ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് വേണ്ടിയും, വൽ ആകിഫീന, കഅബയുടെ പരിസരത്ത് ഭജനമിരിക്കുന്നവർക്ക് വേണ്ടിയും, വർറുക്കായി സുജൂദ്, റുക്കൂഉം സുജൂദും നിർവഹിച്ച് നിസ്കാരം നിർവഹിക്കുന്നവർക്ക് വേണ്ടിയും. കഅബാലയത്തിന്റെ പരിസരത്ത് നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 സുഹൃതങ്ങൾ, ആ സുഹൃതങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റൊരു സുഹൃതം ചെയ്യാൻ പാടില്ല എന്നല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 സുഹൃതങ്ങളായിട്ടുള്ള ഈ സംഗതികൾക്ക് നിർവഹിക്കാൻ വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമാകും വിധത്തിൽ എന്റെ ഭവനത്തെ നിങ്ങൾ രണ്ടുപേരും വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം എന്ന് നാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും കൽപ്പന കൊടുത്തു. ആ കൽപ്പന അവർ പാലിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു എന്ന് പിന്നീട് നമുക്ക് ചരിത്രം വിശദീകരിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും ഇവിടെ കഅബാലയത്തിന്റെയും കഅബ ഉൾക്കൊള്ളുന്ന ഹറമിന്റെയും പ്രത്യേകതയും മഹത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിക്കുകയും അതോടൊപ്പം ഇബ്രാഹിം മക്കാം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കല്ലിന്റെ പവിത്രതയും ആ കല്ല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധമുള്ളത് എന്ന നിലക്ക് അതിന്റെ മഹത്വവും അതിനോടുള്ള സത്യവിശ്വാസികളുടെ ആദരവ് ഏതു വിധത്തിൽ കടന്നു വരണം എന്നുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ ആയത്തിന്റെ പരാമർശ വിഷയം. ആദ്യമായിട്ട് പറയുന്നത് വൈദ് ജഅൽനൽ ബൈത്ത,
ഈ വീടിനെ നാം ആക്കിയ സന്ദർഭം സ്മരണീയമാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടതാണ്. ഇവിടെ വീട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അൽബൈത്ത് എന്ന് പറഞ്ഞത് കഅബയാണ് ഉദ്ദേശം. പക്ഷേ കഅബ എന്നതുകൊണ്ട് വെറും കഅബ മാത്രമല്ല, മറിച്ച് കഅബ ഉൾക്കൊള്ളുന്ന ഹറം പ്രദേശം വിശാലമായ അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ടവർ പറയണത്. ഒന്ന് അമ്മൽ ബൈത്തു ഫഇന്നഹു യുരീദുൽ ബൈത്തൽ ഹറാം. അൽ ബൈത്ത് പറഞ്ഞാൽ ഏത് വീടിനും ഇപ്പൊ ബൈത്ത് എന്ന് പറയാം, പക്ഷെ മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടുള്ള കഅബയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അൽ ബൈത്തുൽ ഹറാം പ്രത്യേകമായ പവിത്രതയുള്ള ആ ഭവനമാണ് ഉദ്ദേശം. അവിടെ അതന്നെ പറഞ്ഞ എന്താ, വെറും ബൈത്ത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആ ഭവനാന്ന് കഅബയെന്ന് എങ്ങനെ തിരിയാ? അത് വെറും ബൈത്ത് എന്നല്ലല്ലോ, അൽ ബൈത്ത് എന്നല്ലേ പറഞ്ഞത്. അലിഫിലാമ് ചേർത്തുകൊണ്ട് പറയുമ്പോ ഒന്നുകിൽ രണ്ടാലൊരു അർത്ഥം പറയണം, അദ്ദുആ ഹുൽ ഇബാദ എന്ന് പറഞ്ഞ മാതിരി. രണ്ടാലൊരു അൽ ബൈത്ത് പറഞ്ഞാൽ എല്ലാ വീടും ഒന്നുകിൽ അർത്ഥം. അതിന് ജിൻസിനെ അലിഫിലാമ് എന്നാ പറയാ, അൽ എന്ന് പറഞ്ഞ ആ രണ്ട് അക്ഷരങ്ങൾക്ക്. അപ്പൊ എന്താവും അർത്ഥം? അൽ ബൈത്ത് എല്ലാ വീടുകളും എന്നാവും. എല്ലാ വീടിനെയും ജനങ്ങൾ പോയി മടങ്ങുന്ന പ്രദേശമാക്കി എന്ന് പറഞ്ഞാൽ ആരും പറയില്ലല്ലോ, സമ്മതിക്കൂല. അപ്പൊ പിന്നെ രണ്ടാമത്തെ അർത്ഥം പിന്നെ എന്താകണം? അഹദിന്റെ അലിഫിലാമ് എന്നാകണം. അതായത് ഒരു പ്രത്യേകമായ അറിയപ്പെട്ട ഭവനം എന്നാകണം അർത്ഥം. അതെല്ലായിടത്തും അറബി ഭാഷയായിട്ട് ചെറുതായിട്ടൊക്കെ ബന്ധമുണ്ടായാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ഇബാർത്തുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മൗലവിമാര് തൗഹീദ് പറയാൻ ഇറങ്ങിയോണ്ടാണ് നമ്മളെ നാട്ടിലൊക്കെ എന്തായത്, ഹദീസുകളുടെ പേരിലൊക്കെ കുഴപ്പമുണ്ടായത്. നിങ്ങൾ നോക്കിയേ, അദ്ദുആ ഹുവൽ ഇബാദ എല്ലാ പൊട്ട വഹാബിക്കും അറിയണ ഒരു ഹദീസാണ്. പക്ഷെ എന്താ അതിന്റെ അർത്ഥം എന്ന് മാത്രം മനസ്സിലായിട്ടില്ല. അദ്ദുആ ഹുവൽ ഇബാദ, അവിടെ ദുആ എന്നത് എല്ലാ ദുആയും എന്നാണോ, ഒരു പ്രത്യേക ദുആ എന്നാണോ? രണ്ടാലൊരർത്ഥേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ അൽബൈത്ത് എന്ന് പറയുന്നിടത്ത് ഒന്നുകിൽ എല്ലാ വീടും അർത്ഥമാണ്, അഥവാ ജിൻസിന്റെ അലിഫിലാമാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം വീട് എന്നാകണം അർത്ഥം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക തരം വീട് എന്നാണ് ഉദ്ദേശം. അതിന്റെ തെളിവ് എന്താ? അതിന്റെ തെളിവ് എല്ലാ വീടും എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും പോയി മടങ്ങാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഒക്കെ പ്രതിഫലമുള്ള സ്ഥലങ്ങളല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അപ്പൊ പിന്നെ അതിനു പറ്റിയൊരു പ്രത്യേക തരം സ്വഭാവമുള്ള ഭവനത്തെ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കാൻ പറ്റൂ. അതുകൊണ്ട് അഹദിന്റെ അലിഫിലാമ് എന്നതാണ് അവിടെ ശരി. എന്നതുപോലെ തന്നെയാണ് അദ്ദുആ ഹുവൽ ഇബാദ എന്നുള്ളിടത്ത് ഒന്നുകിൽ എല്ലാ വിളിയും ഇബാദത്താണ് എന്ന് പറയണം, അല്ലെങ്കിലോ ഒരു പ്രത്യേക തരം വിളി ഇബാദത്താണെന്ന് പറയണം. എല്ലാ വിളിയും ഇബാദത്താണെന്ന് എന്തായാലും ആരും പറയില്ലല്ലോ. കാരണം എന്താ? ഉമ്മാനെ വിളിക്കുന്നുണ്ട്, ഭാര്യനെ വിളിക്കുന്നുണ്ട്, കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. ഒരാൾ കടമാങ്ങി മുങ്ങിയിട്ട് പെട്ടെന്ന് ആൾത്തിരക്കിന്റെ ഇടയ്ക്ക് ഓനെ കണ്ടുമുട്ടിയപ്പോ പുറകുന്ന് വിളിക്കുന്നുണ്ട്, ഇല്ലേ? ഇങ്ങനെ പലരെയും വിളിക്കുന്നുണ്ട്. എന്നാ ഈ വിളിയൊന്നും ഇബാദത്താണെന്നും അതുകൊണ്ട് തന്നെ അത് അവനെ വിളിച്ചാൽ ശിർക്കാവും ലോകത്താരും പറയണില്ല. അത് പറയണില്ലെങ്കിൽ പിന്നെ അദ്ദുആ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം വിളി എന്ന് മാത്രമേ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. എന്താണ് ആ പ്രത്യേക തരം വിളി? അത് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രത്യേക തരം വിളി ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂന്റെ അവസാനത്തിലും കാണാം വമൻ യദൂ മഅല്ലാഹി ഇലാഹൻ ആഖറ. ഉണ്ടോ? അപ്പോ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ വിളിക്കുക എന്നത് ആ വിളിക്കപ്പെടുന്ന ശക്തിയെ സംബന്ധിച്ച് വിളിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് അല്ലാഹു തആല കൃത്യമായി നിർണയിച്ചിരിക്കുകയാണ് അവിടെ. എങ്ങനെ? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി, അല്ലാഹുവിനോട് കൂടെ വിളിക്കാത്തവരാണ് റഹ്മാനായ റബ്ബിന്റെ അടിമകൾ. ആരെ വിളിക്കാത്തവർ? ആരെയും വിളിക്കാത്തവർ എന്നല്ല, ഇലാഹൻ ആഖറ, മറ്റൊരു ആരാധ്യനെ വിളിക്കാത്തവർ. കേട്ടോ? അപ്പൊ ആരെയാണ് ഇവിടെ വിളിക്കാൻ പറ്റൂല എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്നത്? ഇലാഹ് എന്ന കൺസെപ്റ്റോട് കൂടെ ഒരാളെ വിളിക്കാൻ പറ്റൂല അല്ലാഹനെ അല്ലാതെ. അപ്പൊ അദ്ദുആ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം വിളി എന്നാണ് അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ഇലാഹാണെന്ന, ദൈവമാണെന്ന, ആരാധ്യനാണെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ശക്തിയെ ഒരു വ്യക്തി വിളിക്കുമ്പോൾ ആ വിളി അത് ഇബാദത്താണ്. അത് അല്ലാഹനെ വിളിച്ചാൽ തൗഹീദാകും, അല്ലാത്തവരെ വിളിച്ചാൽ ശിർക്കാകും. ഇതാണ് ഹദീസിലുള്ളത് അദ്ദുആ ഹുവൽ ഇബാദ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഖുർആൻ, നമുക്കറിയാലോ, ഉദ്ഊനി അസ്തജിബ് ലക്കും. എല്ലാ മൗലവിമാരും പറയും ഉദ്ഊനി, നിങ്ങൾ വിളിച്ചോളി, അസ്തജിബ് ലക്കും, ഞങ്ങൾക്ക് ഉത്തരം തരാം. തുടർന്ന് അല്ലാഹു തആല പറയണത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് അഹങ്കാരിയായിട്ട് ആരെങ്കിലും മാറിയാലോ ജഹന്നമിൽ പ്രവേശിക്കുന്നതിനായി. കേട്ടോ?
അപ്പൊ ഇബാദത്ത് എന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്ന വിളി അതെന്താ? ആരാധ്യൻ എന്ന കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന വിളിയാണ്. അപ്പൊ അതിനെ പറ്റി പറഞ്ഞത് അൽബൈത്ത്. അൽബൈത്ത് എന്ന് പറയുന്നിടത്ത് ഒന്നുകിൽ കഅബ എന്ന് നമ്മൾ അർത്ഥം വെച്ചു, അല്ലെങ്കിലോ എല്ലാ വീടും അർത്ഥം വെക്കണം. എല്ലാ വീടും വെക്കാൻ പറ്റൂല. കാരണം എന്താ? എല്ലാ വീട്ടിനും ഈ പവർ ഇല്ല. അതുപോലെ തന്നെ അദ്വാ പറഞ്ഞ എല്ലാ വിളിയും അർത്ഥം വെക്കാൻ പറ്റൂല. കാരണം എല്ലാവരും പലരും വിളിക്കുന്നുണ്ട്. അതൊന്നും ശിർക്കാവുന്നോ ഇബാദത്താവുന്നോ ആർക്കും അഭിപ്രായമല്ല. അപ്പൊ മനസ്സിലായില്ലേ വ്യത്യാസം? അപ്പൊ ഒരു അലിഫിലാം, ആ അലിഫിലാമിന്റെ ആശയവ്യാപ്തി ഉൾക്കൊള്ളാൻ സാധിച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ ഈ മൗലവിമാർ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരുപാട് വസ്വാസിന് പരിഹാരമാവുന്ന അർത്ഥം. അപ്പൊ ദീൻ അറിയാത്തത് കൊണ്ടും മതം മനസ്സിലാക്കാത്തത് കൊണ്ടും അതിന് യോഗ്യരല്ലാത്ത ആളുകൾ ഖുർആനും ഹദീസും കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ അനാവശ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അക്ഷന്തവ്യമായ തകർച്ചയും എന്ന് നമ്മൾ അതിന്റെ ഇടയ്ക്ക് അന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് നമ്മളെ വിഷയമല്ല ഇപ്പോ. രാത്രി ചർച്ചയുടെ സമയത്ത് നടക്കേണ്ട കാര്യമാണ്. ഏതായാലും ശരി, ഇവിടെ അപ്പോ അൽബൈത്ത് എന്ന് പറഞ്ഞപ്പോ അപ്പട് പറഞ്ഞു അതിനോട് യോജിപ്പുള്ള ഒരു വിഷയം എന്ന നിലക്ക് അൽബൈത്ത് എന്ന് പറഞ്ഞത് എന്താണ്? അത് ബഹുമാനപ്പെട്ട അറിയപ്പെട്ട ഒരു ഭവനം എന്നാണ്. അതേതാ? വഹുവൽ കഅബ. അത് കഅബയാകുന്ന ഉദ്ദേശം. അപ്പൊ ഒന്നാമതായിട്ട് പറയാനുള്ളത് വൈദ് ജഅൽനൽ ബൈത്ത എന്ന് പറഞ്ഞാൽ അവിടെ കഅബ എന്നാണ് ഉദ്ദേശം. രണ്ടാമത്തത് സുമ്മ നഖൂലു, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ നമുക്ക് പറയാനുള്ളത് ലൈസൽ മുറാദു നഫ്സൽ കഅബ. ഇന്നവിടെ വൈദ് ജഅൽനൽ ബൈത്ത കഅബത്തെ നമ്മൾ ആക്കിയ സന്ദർഭം എന്നതുകൊണ്ട് ഉദ്ദേശം വെറും കഅബ മാത്രമല്ല, മറിച്ച് ആ കഅബ ഉൾക്കൊള്ളുന്ന ഹറം പ്രദേശം മൊത്തമാണ് ഉദ്ദേശം. വൽ മുറാദു മിന്നു കുല്ലുൽ ഹറമി, ഹറമ് മുഴുവനുമാണ് അവിടെ ഉദ്ദേശം. അതായത് ഈ പറഞ്ഞ പ്രത്യേകത ഹറമിന് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്, വെറും കഅബക്ക് മാത്രമല്ല എന്ന്. പിന്നീട് അതിന് കുറെ തെളിവുകളൊക്കെ കൂടെ പറയേണ്ടത് നമുക്ക് വിശദീകരിക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോണില്ല. പിന്നീട് മസാബത്തൽ ലിന്നാസ്. അപ്പൊ വൈദ് ജഅൽനൽ ബൈത്ത കഅബയെയും പരിസരത്തെയും അഥവാ ഹറം പ്രദേശത്തെ മൊത്തം നാം ആക്കിയ സന്ദർഭം എന്താക്കി? മസാബത്തൽ ലിന്നാസ്, ജനങ്ങളുടെ പ്രതിഗമന പ്രദേശമാക്കി. വീണ്ടും വീണ്ടും ആളുകൾ പോയി. മസാബത്തൻ എന്ന് പറഞ്ഞതിന് ഒരർത്ഥം പിന്നെ മഅനാഹു അന്നഹും യസൂബൂന ഇലൈഹി ഫീ കുല്ലി ആമിൻ, എല്ലാ കൊല്ലവും ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടേക്ക് ഇങ്ങനെ പോണുണ്ട് എന്നാണ് അർത്ഥം, അല്ലെ? ഹജ്ജിന്റെ സമയത്ത് അതേപോലെ തന്നെ ഉംറയുടെ സമയത്തൊക്കെ ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരർത്ഥം. അതെന്താ? മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, തല്ലിപ്പള്ളി മുജാഹിദ് അല്ല, ഒരു വലിയ മുഫസ്സിറുണ്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു, അവരിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നഹു ലാ യൻസരിഫു അൻഹു അഹദുൻ, ഏതൊരാളും പിന്നെ കഅബത്തിന്റെ അടുത്തുനിന്ന് പിരിഞ്ഞു പോരൂല, ഇല്ലാ വഹുവ യതമന്നൽ ഔദ ഇലൈഹി, ആ കഅബയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു ചെല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മുഅ്മിനീങ്ങളും ഹജ്ജോ ഉംറയോ ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം അവരതാ തവാഫുൽ വദാ നിർവഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന പ്രാർത്ഥനയുടെ ഗണത്തിൽ പണ്ഡിതന്മാർ ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, പടച്ചോനെ ഞാൻ ഈ കഅബയോട് വിട പറയുന്നു, ഇപ്പോൾ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ വിട പറയലാക്കല്ലേ, അഥവാ ഇനിയും ഒരുപാട് തവണ വരാനുള്ള സൗഭാഗ്യം തരണമേ. അത് മനസ്സറിഞ്ഞ് തന്നെ എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കുന്നതാണ്. പോയവർക്ക് പിന്നെയും പിന്നെയും പോകണമെന്ന ആഗ്രഹം കഅബയോട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഉള്ളവർക്ക് നൽകുന്നുണ്ട്. ഒരിക്കൽ പോയി ഒരു തിരക്കപ്പെട്ടപ്പോ ഈ പരിസരത്തേക്ക് ഞാൻ അല്ല എന്നൊരിക്കലും എന്ത് ചെയ്യൂല ഒരു മൂമിനായ മനുഷ്യൻ സാധാരണഗതിയിൽ വിചാരിക്കൂല, അല്ലേ? ഒരിക്കൽ പോയ ആൾക്കാർക്കൊക്കെ എന്റെ കണ്ണൊന്നും മറയണില്ല എന്ന് പറയുന്ന ഒരു പ്രതികരണം അല്ലാതെ പോയി പെട്ടു ഞാൻ ഇനി ആ വഴിക്കില്ല എന്ന് പലപ്പോഴും എന്ത് ചെയ്യില്ല ഒരു വിശ്വാസി സാധാരണഗതിയിൽ പറയില്ല. അതെന്താ? അത് ആ സ്ഥലത്തോട് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനസികമായി നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായ അറ്റാച്ച്മെന്റ് ആണ്. അതാണ് മസാബത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ജനങ്ങൾ വീണ്ടും വീണ്ടും അവിടെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന പ്രദേശം. അപ്പൊ അതിന്റെ വ്യാഖ്യാനായിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ത്? അന്നഹു ലാ യൻസരിഫു അൻഹു അഹദുൻ ഇല്ലാ വഹുവ യതമന്നൽ ഔദ ഇലൈഹി, കഅബത്തിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുന്ന തിരിച്ചു പോരുന്ന ആളുകൾ വീണ്ടും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ അവിടുന്ന് ഇറങ്ങിപ്പോരൂല, അവിടുന്ന് യാത്ര പറഞ്ഞു പോരൂല. അപ്പൊ ഒരർത്ഥം അതാണ്. മറ്റൊരർത്ഥം പിന്നെ ജനങ്ങൾക്കുള്ള പ്രതിഫല സ്ഥലമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വൈദ് ജഅൽനൽ ബൈത
കഅബത്തെയും അതിന്റെ പരിസരത്തെയും നാം ആക്കിയ സന്ദർഭം ഓർക്കണം. എന്താക്കി? മസാബത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാക്കി. അതായത് അവിടെ വെച്ച് നിർവഹിക്കുന്ന എല്ലാ സംഗതികളും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ ഇരട്ടി പ്രതിഫലം നൽകാമെന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയില്ലേ, ഒരു നിസ്കാരം മറ്റു സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം കൊണ്ട് അനുഗ്രഹീതമാണ്. അതേപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും അതിനൊക്കെയും വലിയ പ്രതിഫലം നൽകാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രതിഫലം നൽകപ്പെടുന്ന സ്ഥലം, ഹജ്ജ് ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുമ്പോൾ ആ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ സംഗതികൾക്ക് വരെ, സിമ്പിളായിട്ട് അവർ ചെയ്യുന്ന സംഗതികൾക്ക് വരെ പിന്നെ ഇഷ്ടംപോലെ പ്രതിഫലം വാരിക്കോരി കൊടുക്കുന്ന സന്ദർഭം. ഇപ്പൊ നമുക്കറിയാലോ, വെറുതെ ചുമ്മാ കഅബ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ പോലും അതിന് കൂലി കിട്ടുന്ന ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാലോ. 120 പ്രത്യേക പ്രതിഫലം കഅബത്തിന്റെ പരിസരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ 60 കഅബൻ തവാഫ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്, 40 പരിസരത്ത് നിസ്കരിക്കുന്നവർക്കുള്ളതാണ്, 20 വെറുതെ കഅബ നോക്കിയിരിക്കുന്നവർക്കുള്ളതാണ്. അപ്പോ അങ്ങനെ പ്രതിഫലത്തിന്റെ ഒരു വല്ലാത്ത സംഗമ ഭൂമിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ മാറ്റിയിരിക്കുന്നു? ഈ മഹത്തായ കഅബാലയത്തെ അതിന്റെ പരിസരത്തെയും മാറ്റിയിരിക്കുന്നു. ഹറമിൽ വെച്ചൊക്കെ ചെയ്യുന്ന പ്രതിഫലങ്ങൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് ഏറ്റിരിക്കുന്നു എന്ന്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ നിരീക്ഷിക്കുന്നത് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങളുടെയും ഉപകാരങ്ങളുടെയും സംഗമ ഭൂമിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെയും പരിസരത്തെയും മാറ്റിയിട്ടുണ്ട്. അമ്മ മനാഫിഉദ് ദുനിയ, ദുനിയാവിന്റെ ഭൗതികമായിട്ടുള്ള ഉപകാരങ്ങൾ എന്താ? ഹറമുമായിട്ട് ബന്ധപ്പെടുത്തി. ഫലി അന്ന അഹ്ലൽ മശ്രിഖി വൽ മഗ്രിബി യജ്തമിഊന ഹുനാക, കിഴക്കൻ ചക്രവാളത്തിലും പടിഞ്ഞാറൻ ചക്രവാളത്തിലുമുള്ള അഥവാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ അവരത് അവിടെ ഒരുമിച്ച് കൂടുന്നു. ഫയഹ്സുലു ഹുനാക മിനത് തിജാറാത്തി വളുറൂബിൽ മകാസിബി മാ യഅ്ലമു ബിഹിൻ നഫ്ഉ. അപ്പൊ അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ അവിടെ വലിയ കച്ചവടങ്ങൾ നടക്കും, വ്യാപാരങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിന്റെ വിവിധ വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ, അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കാനുള്ള ഒട്ടനവധി സംവിധാനം ജനക്കൂട്ടത്തിന്റെ പെരുപ്പമുണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നത് ഭൗതികമായ ജീവിതത്തിൽ വലിയ ഉപകാരങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വായിലൻ ഫയഹ്സുലു ബിസബബി സഫരിൽ ഹജ്ജി, ഹജ്ജിനു വേണ്ടി ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അത് മുഖേന ലഭിക്കുന്നുണ്ട് ഇമാറത്തു തുർഖി വൽ ബിലാദ്, ഒരുപാട് റോഡുകളും വഴികളും അതുപോലെ തന്നെ നാടുകളും ഒക്കെ അതിലൂടെ അതാ പുനർജനിപ്പിക്കപ്പെടുന്നു, അവിടെ സംവിധാനിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മളെ വിഴിഞ്ഞം കരാർ ഒപ്പിട്ടപ്പോ കരാറിനെ അനുകൂലിക്കുന്ന ആൾക്കാരെങ്കിലും പറഞ്ഞില്ലേ, ഈ കരാറിൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ, കുറെ കോടിയാണ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന ചർച്ചയിൽ തർക്കിക്കുമ്പോ തന്നെ ആ കരാർ യാഥാർത്ഥ്യമായാൽ അവിടെ കണ്ടമാനം ആൾക്കാർ വരും. ആൾക്കാർ വരുമ്പോ എന്ത് ചെയ്യും? ഹോട്ടൽ കച്ചവടക്കാർക്ക് നല്ലോണം കച്ചവടം നടക്കും. അതേപോലെ തന്നെ അവിടെ പിന്നെ വരുന്ന ആളുകൾക്ക് പല സാധനങ്ങളും വേണ്ടി വരും. അപ്പൊ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നല്ല ഒരു ഹോപ്പ് ഉണ്ടാകും. അതേപോലെ തന്നെ മറ്റു പല സംഗതികളും. അങ്ങനെ വികസനം എന്ന് പറയുന്നത് അത് ഡയറക്റ്റായ വികസനം മാത്രമല്ല, ഇൻഡയറക്റ്റായ പല വികസനവും നടക്കുന്നു. ആളുകൾ അത് അവിടെ നടക്കുമല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്, അതിലേക്ക് ഞാൻ പോവല്ല. അവിടെ ഒന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോ ഈ കരാർ ഒപ്പിട്ട് അന്തലാത്തോടുകൂടെ തീരുകയാണെങ്കിലും അതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ അതിന്റെ മെറിറ്റിലേക്കല്ല പോണേ. മറിച്ച് അവിടെ നമ്മൾ നിരീക്ഷിച്ച ഒരു നിരീക്ഷണം, കുറച്ചാളുകളെങ്കിലും നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷണമല്ലേ, ആ നിരീക്ഷണം പോലെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, കഅബയിലേക്ക് ജനങ്ങൾ നാട്ടിന്റെ നാനാഭാഗത്തുനിന്നും വരുമ്പോ ആ വരുന്ന വഴികളൊക്കെയും സജീവാണ്. ഇപ്പൊ ഇവിടുന്ന് ഉംറക്കൊക്കെ പോകണം നമുക്കറിയാലോ, അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ പോണ സമയത്ത് നമുക്കറിയില്ലേ, ഇവിടുന്ന് പുറപ്പെട്ടത് മുതൽ ബസ് മാർഗം അല്ലെങ്കിൽ കാറിനൊക്കെ പോണ ഒരുപാട് ആളുകൾ, കരമാർഗം പോണ കണ്ടമാന ആളുകൾ, എയറിന് പോണ വേറെ കുറെ ആളുകൾ, ഏത് ഭാഗത്തൂടെ പോകുകയാണെങ്കിലും ശരി ഈ ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരുപാട് കുറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ ചായ കുടിക്കണം, ഒരു ഇസ്തിറാഹ നമ്മൾ തെരഞ്ഞു പോകുന്നു. പോയ ആളുകൾക്കറിയാലോ, ആ ഇസ്തിറാഹ തെരഞ്ഞു പോകുമ്പോൾ ആ ഇസ്തിറാഹയിൽ നിന്ന് നമ്മൾ ചായ കുടിക്കുന്നു. ചിലർ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പല സാധനങ്ങളും വാങ്ങുന്നു, എന്തായാലും കാർഡ് വാങ്ങുന്നു. അതുപോലെ തന്നെ പല ചെലവുകളും അവിടെ ആളുകൾക്ക് ഉണ്ടാവുന്നു. എന്നാൽ അവിടെ ഈ വരുന്ന ആളുകളെ കാത്ത് ഒട്ടനവധി ആളുകൾ കച്ചവടവും അതേപോലെ തന്നെ കടകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളും ഒക്കെ ആയിട്ട് അവർ കഴിച്ചു കൂട്ടുന്നില്ലേ. അപ്പൊ ഈ പോണ വഴിയൊക്കെ സജീവാകാണ്. അതേപോലെ തന്നെ ഈ നമുക്ക് പോകാൻ എന്ത് വേണം? വാഹനം വേണം. അപ്പൊ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒട്ടനവധി കമ്പനികൾ, ആ കമ്പനികൾക്ക് വലിയ നേട്ടം അതുകൊണ്ടുണ്ടാക്കുന്നു. ഇപ്പൊ ഈ ഉംറക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാലോ, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞതിന് ശേഷം
മക്കയിൽ നിന്നുള്ള തായിഫിന്റെ ഭാഗത്തേക്കുള്ള റൂട്ട് ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, നൂറുകണക്കിന് വലിയ വലിയ ബസ്സുകൾ പിന്നെ നീണ്ട നിരയായിട്ട് ഇങ്ങനെ പോരുന്നത് കാണാൻ പറ്റും. അപ്പൊ ആ നൂറുകണക്കിന് ബസ്സുകൾക്കും ആഴ്ചയിൽ ഒരു ദിവസം ഈ സൗദിയുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള ഹാജിമാരെ കൊണ്ടുള്ള വാഹനങ്ങൾ ഒരുപാട് ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ ആ ട്രാൻസ്പോർട്ട് കമ്പനികൾക്കൊക്കെ എന്താവുന്നു, അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വലിയൊരു സൗഭാഗ്യം ഇതിന്റെ പേരിൽ ഉണ്ടാകുന്നു. അപ്പൊ അത് ഭൗതികമായിട്ടുള്ള വലിയൊരു ഉപകാരമാണ്, വലിയൊരു സംഗതിയാണ്. അപ്പൊ നമുക്കറിയാം, അതേപോലെ തന്നെ അവിടെ സംസം വെള്ളമായിട്ട് ബന്ധപ്പെടുത്തി, അതുപോലെ തന്നെ മക്കയിലെത്തിയാൽ അവിടുത്തെ ഹോട്ടൽ ബിസിനസ്, അതുപോലെ തന്നെ അവിടെയുള്ള അപ്പാർട്ട്മെന്റുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് കച്ചവടങ്ങൾ, അവിടെ വരുന്ന ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു സംഗതികൾ, കുറെ ആളുകളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതം സുഖകരമാക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ ഹജ്ജിന് വരുന്ന ആളുകളെ കൊണ്ട് തന്നെ നടത്തി കൊടുക്കുന്നു. അപ്പൊ ആ നടത്തുന്ന സംഗതി ഇവർ നാട്ടിൽ നിന്ന് ഇറങ്ങണത് മുതൽ തുടങ്ങാണ് അല്ലേ. ഇപ്പൊ ഇവിടുന്ന് ഒരാള് ഈ അബുദാബിയിൽ നിന്ന് ഒരാൾ ഉംറക്ക് പോവുകയാണെങ്കിൽ ആ ഉംറക്ക് പോണ ആ ഉംറക്കാരന്റെ ബെനിഫിറ്റ് വാസ്തവത്തിൽ തൊട്ടപ്പുറത്തുള്ള ഗ്രോസറിക്കാരന് കിട്ടുന്നുണ്ട് അല്ലെ. അതേപോലെ അപ്പുറത്തുള്ള എഹ്റാമിന്റെ തുണി വിൽക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്, അപ്പുറത്തുള്ള ചെരുപ്പ് കടക്കാരന് കിട്ടുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഇതിന്റെ ഉപകാരം ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ഒട്ടനവധി ആളുകളിലേക്ക് എന്താവുന്നുണ്ട്, പരന്നു പോകുന്നുണ്ട് എന്നാണ് ഇവിടെ നിരീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ അമ്മ മനാഫിഉദ്ദീനി, എന്നാൽ മതപരമായ ഉപകാരം എന്താ? മതപരമായ ഉപകാരം ഫലി അന്നമൻ ഖസദൽ ബൈത റഗ്ബതൻ മിൻഹു ഫിൻ നുസുഖി വത്തഖർറുബി ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം കരസ്ഥമാക്കണമെന്ന നിലക്ക് അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് അതാ അവന്റെ പൊരുത്തം കിട്ടണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കഅബാലയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും ലക്ഷ്യം വെച്ചുകൊണ്ടും പുറപ്പെടുന്ന മനുഷ്യൻ, അതേപോലെ വൈൽഹാരിൽ ഉബൂദിയ്യത്തി ലഹു, അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന പ്രഖ്യാപനം അത് നന്നായി പ്രഖ്യാപിക്കാനുള്ള അവസരം എന്ന നിലക്ക് അതാ ഹജ്ജിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉംറയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് തൽബിയത്തിന്റെ മന്ത്രവുമായി ഒരു മനുഷ്യനങ്ങ് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ വൽ മുവാലബത്തി അലൽ ഉംറത്തി വത്തവാഫി, ഉംറയിലും തവാഫിലും ഒക്കെ അവൻ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇഹ്റാമിലുള്ള സമയം പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ പ്രത്യേകമായി അവൻ ആ സമയത്ത് പാലിക്കുന്നു. നാട്ടിലെ എത്ര വലിയ കോടീശ്വരനായാലും ഉടുക്കാൻ ഒരു തുണിയും പുതക്കാൻ ഒരു പുതപ്പും എന്നതിൻ്റെ അപ്പുറം രാജാവായാലും പ്രജയായാലും പണ്ഡിതനായാലും പാമരനായാലും ഒരാളും ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? ഇവിടെ ഞാൻ അല്ലാഹു ആകുന്ന യജമാനന്റെ അടിമയാണ്. അടിമയായ എനിക്ക് യജമാനന്റെ ഉത്തരവാണ്, നീ ഏതാ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ നിനക്ക് പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ നിനക്കൊരു പ്രത്യേകമായിട്ടുള്ള ശീലം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അതവൻ പാലിക്കുന്നു. എത്ര വലിയ കോടീശ്വരനായാലും ഉടുക്കാൻ ഒരു തുണിയും പുതക്കാൻ ഒരു പുതപ്പും അല്ലാത്ത ഒരു എക്സിക്യൂട്ടീവ് മൈൻഡുള്ള ഒരു ഡ്രസ്സും അയാൾ ധരിക്കുന്നില്ല. അതെന്താ? അതവന്റെ അടിമത്വത്തിന്റെ പ്രഖ്യാപനമാണ്. യജമാനനെ ഞാൻ അംഗീകരിക്കുന്നു എന്നതിന്റെ പ്രഖ്യാപനമാണ്. അതോടൊപ്പം തന്നെ ഹജ്ജിലും ഉംറയിലും ഒക്കെ അവൻ മുഴുകി ജീവിക്കുന്ന സമയത്ത് അതുപോലെ ഇഖാമത്തി സ്വലാത്തി ഫീ ദാലിക്കൽ മസ്ജിദിൽ മുക്കറം, അനുഗ്രഹീതമായ ആദരണീയമായ ആ പള്ളിയിലുള്ള നിസ്കാരത്തിന് വേണ്ടി അവൻ സമയം ചെലവാക്കുമ്പോ, അവിടെ ഇഅ്തികാഫിരിക്കാൻ സമയം ചെലവാക്കുമ്പോ യസ്തൗജിബു ബിദാലിക സവാബൻ അളീമൻ ഇൻദല്ലാഹി തആല, പടച്ചവന്റെ അടുത്ത് ഒരുപാട് പ്രതിഫലത്തിന് അവൻ അർഹനായി തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ ഒരുപാട് ആളുകൾ എല്ലാ നാടുകളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും ഒക്കെ ഹജ്ജിന് പുറപ്പെടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൽ നടത്തുന്നു. ചിലരൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞു. അർഹമുർറാഹിമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഒരിക്കലെങ്കിലും ഹറമൈനിയിലെത്താതെ ഉള്ള മരണത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. എത്താൻ ഭാഗ്യം കിട്ടിയ ആളുകൾക്കൊക്കെ ഇനിയും ഒരുപാട് അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരുമാറാവട്ടെ. നമ്മളെയൊക്കെ അല്ലാഹു തആല നന്മയുടെ ഭൂമിയിലേക്ക് വളരെ പെട്ടെന്ന് അടുപ്പിക്കുകയും അവിടെ ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇമാം റാസി റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കുന്നത് വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന, ജനങ്ങൾക്ക് പ്രതിഫലത്തിന്റെ കേന്ദ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ വെച്ചിരിക്കുന്നു? കഅബാലയത്തെ വെച്ചിരിക്കുന്നു. ആ പ്രതിഫലം എന്ന് പറയുന്നത്, ആ ഉപകാരം എന്ന് പറയുന്നത് ഭൗതികമായ ഉപകാരമുണ്ട്, ആത്മീയമായ ഉപകാരവുമുണ്ട് എന്ന്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട ഖുർആൻ തുടർന്ന് പറയുന്നത് വഅംനൻ ഐ മൗളിഅ അംനിൻ. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ
ഐ മൗലിയ അമ്നിൻ, നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കിയിരിക്കുന്നു കഅബാലയവും അതിന്റെ പരിസരവും എന്ന്. അതിന്റെ പരിസരം എന്ന് പറയുന്നത് അതിന് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണത്. അതായത് ആ നിർഭയത്വം എന്ന് പറയുന്നത് ഏതൊക്കെ വിഷയങ്ങൾ എന്നുള്ള അനാവശ്യമായ എല്ലാത്തിൽ നിന്നും, ഇടങ്ങേറുള്ള എല്ലാത്തിൽ നിന്നുള്ള നിർഭയത്വം എന്നാണ് പൊതുവിൽ മുഫസ്സിറുകൾ നിരീക്ഷിക്കുന്നത്. ഒന്ന്, അവിടെ വ്യാഖ്യാനം പറയുന്നത് ഫഹുവ അൻ യകൂനൽ മുറാദു അന്നഹു തആല ജഅല അഹ്ലൽ ഹറമി ആമിനീന മിനൽ ഖഹത്തി വൽ ജദ്ബി. പ്ലേഗ് രോഗം, അതേപോലെ തന്നെ അസഹനീയമായ വരൾച്ച തുടങ്ങിയിട്ടുള്ള പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമിന്റെ ആളുകൾക്ക് നൽകില്ല എന്നാണ് ഒരു വ്യാഖ്യാനം. മനസ്സിലായില്ലേ? അതായത് ശക്തമായിട്ടുള്ള ദാരിദ്ര്യം കൊണ്ട്, അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ സാധനങ്ങൾ കിട്ടാത്ത നാശം കൊണ്ട് അവിടെയുള്ള ജനങ്ങൾ എന്താകാത്ത വിധം കഷ്ടമുള്ള ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിർഭയത്വത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു നാട് സ്വസ്ഥാവുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താ? അവിടെ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ആരോഗ്യം, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ 4 മഴ പെയ്താൽ എല്ലാ സ്ഥലത്തും, കേരളത്തിന്റെ ഒട്ടനവധി പ്രദേശങ്ങളിൽ വിവിധ പേരുകളിലുള്ള പനികൾ കൊണ്ടുള്ള പരീക്ഷണം നടന്നുകൊണ്ടിരിക്കപ്പോ, അല്ലെ? എത്ര പേരിലുള്ള പനികളാണ് നമ്മുടെ നാട്ടിൽ നടക്കണേ? ഓരോ പേര് പുതിയത് ഇട്ടിട്ട് സംഗതിയൊക്കെ ഒന്ന് തന്നെ വെക്കും. എന്നാലും ശരി, വൈദ്യശാസ്ത്രത്തിന്റെ ആളുകൾ ഓരോ സമയത്ത് പുതിയ പേരുകൾ ഇടും. അപ്പൊ ആ നിലക്കുള്ള പകർച്ചവ്യാധികളും അതേപോലുള്ള പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാതെ ആ നാട്ടിനെ സംരക്ഷിക്കും എന്നതിന്റെ അർത്ഥങ്ങളിൽ ഒരർത്ഥാണ്. അതേപോലെ തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ വല്ലാത്ത പരീക്ഷണം വരാത്ത വിധത്തിൽ ഭക്ഷ്യ വിഭവങ്ങളും മറ്റും അവിടെ എത്തിക്കപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ദാരിദ്ര്യത്തിന്റെ വറച്ചട്ടിയിലിട്ട് വറക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ സംരക്ഷിക്കും എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, നിർഭയത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്? അവിടെ അപകടകരമായ വിധത്തിലുള്ള സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും ഒന്നും ഇല്ലാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിനെ സാധാരണഗതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അപൂർവമായി വല്ലതും നടന്നോ അല്ലേ എന്നതല്ല ചർച്ച, മറിച്ച് പൊതുവിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഹറമിൽ എത്തിപ്പെട്ടാൽ ഒരു സേഫ്റ്റി ബോധം, ഒരു സുരക്ഷിതത്വ ബോധം അതെല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പരുവം ആ നാട്ടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു വലാ തുഖാതിലുഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി ഹത്താ യുഖാതിലുക്കും ഫീഹി ഫൈൻ ഖാതലൂക്കും ഫഖ്തുലൂഹും. ഒരിക്കലും തന്നെ അവിടെ ഒരു സംഘട്ടനത്തിന്റെയോ അല്ലെങ്കിൽ പോരാട്ടത്തിന്റെയോ ഭൂമിക തുറക്കാൻ സത്യവിശ്വാസികൾ കാരണക്കാരാകരുത്. പക്ഷേ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും വന്ന് അവിടെ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ പിന്നെ അതിനെ പ്രതിരോധിക്കുക എന്നത് അവിടെ അനിവാര്യമായി വരുന്നൊരു സംഗതിയായിരിക്കും. അപ്പോഴല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അത്തരം ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാലോ, ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുക വൽ മഅന അന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറന്നാസ ബിഅൻ യജ്അലു ദാലികൽ മൗളിഅ അംനം മിനൽ ഗാറത്തി വൽ ഖത്ലി. ആ പ്രദേശത്തെ പിടിച്ചു പറിക്കുക, അതേപോലെ തന്നെ കൊലപാതകങ്ങൾ നടത്തുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളോട് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്താനും അല്ലാഹു തആല ഉപദേശിച്ചിരിക്കുന്നു. ഫകാനൽ ബൈത്തു മുഹ്തറമൻ ബിഹുക്മില്ലാഹി തആല. പടച്ചോന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ കഅബാലയവും പരിസരവും അത് സമാദരണീയമായ ഭവനമാണ്. വകാനത്തിൽ ജാഹിലിയ്യത്തു മുതമസ്സികീന ബിതഹരീമിഹി. ജാഹിലിയ കാലത്തെ അന്ധവിശ്വാസികളായിരുന്ന ആളുകൾ പോലും ആ ഹറമിന്റെ ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ്. ലാ യഹീജൂന അലാ അഹദിൻ ഇൽതജാ ഇലൈഹി. ഹറമിലേക്ക് അഭയം പ്രാപിച്ച ഒരു മനുഷ്യനെ അവിടെ വെച്ച് പിടികൂടാനോ അവിടെ വെച്ച് അദ്ദേഹത്തിന് നേരെ അതിക്രമമോ കയ്യേറ്റമോ നടത്താനോ അവരാരും തയ്യാറായിരുന്നില്ല. വക്കാനു യുസമ്മൂന ഖുറൈശൻ. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും കഅബാലയത്തിന്റെ പരിപാലനം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ഖുറൈശികൾക്ക് പേര് പറഞ്ഞിരുന്നത് അഹ്ലുല്ലാഹ്, അള്ളാന്റെ ആൾക്കാർ എന്നാണ്. തഅലീമൻ ലഹു, കഅബയോടുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. എന്നിട്ടോ പിന്നീട് നിങ്ങൾ നോക്കൂ, സുമ്മഅതു ബിറഫീഹി അംറു സൈദി, വേട്ടയാടാൻ പാടില്ല ഹറമിലെത്തിയാൽ എന്ന കൽപ്പന.
അവിടെ പരിഗണിക്കപ്പെട്ടു ആ നിർഭയത്വത്തിന്റെ ഭാഗമായി. എന്നാൽ അത് മനുഷ്യനോടാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നതെങ്കിലും ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ഹത്താ ഇന്നൽ കൽബ ലയഹുമ്മു ബില്ലബി, അതാ ഒരു മാനിനെ പിടികൂടാൻ വേണ്ടി ഒരു ചെന്നായ അതാ ഓടി വരുന്നു. ഖാരിജൽ ഹറമി, ഹറമിന്റെ പുറത്ത് മാനിനെ പിടികൂടാൻ വേണ്ടി നായ വരിക പിന്നാലെ. അപ്പൊ ഫയഫിറുല്ലബിയു മിൻഹു, മാൻ അവിടെ നിന്ന് ഓടിയിട്ട് എങ്ങോട്ട് വരുന്നു? ഹറമിലേക്ക് വരുന്നു. അങ്ങനെ ഫയത്ബഉൽ കൽബു, നായ പിന്നാലെ വരുന്നുണ്ട്. പക്ഷേ ഫൈദാ ദഖലല്ലബിയുൽ ഹറമ, ആ മാൻ ഹറമിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ യത്ബഉൽ കൽബ്, ഇനിയും അതിനെ പിടികൂടാൻ വേണ്ടി അത് ഹറമെന്ന് പുറത്തു വരുന്നത് നോക്കി പുറത്ത് വെയിറ്റ് ചെയ്യലല്ലാതെ ഈ പട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹറമിലേക്ക് വന്ന നായ ആ മാനിനെ പിടികൂടാൻ ശ്രമിക്കില്ല. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ അനുഗ്രഹീത പ്രദേശത്തോട് എല്ലാ ജീവികളുടെ മനസ്സിലും എല്ലാ വസ്തുക്കളുടെ മനസ്സിലും എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഒരു പ്രത്യേകമായ ആദരവും ബഹുമാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കണം, ഈ മഹത്തായ പ്രദേശത്ത് എന്തെങ്കിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനും എന്തെങ്കിലും നിലക്കുള്ള അസമാധാനത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന മനുഷ്യന്മാര് എന്തുമാത്രം അപകടം പിടിച്ചവരാണ്, എത്രമാത്രം ഗൗരവതരമായ കാര്യമാണ് അവർ ചെയ്യുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ ഒരു പട്ടിക്കുള്ള മാനേഴ്സ് പോലും ജീവിതത്തിൽ ഇല്ലാത്തവർക്കല്ലാതെ അള്ളാഹുന്റെ ഹറമിന്റെ പ്രദേശം അസ്വസ്ഥമാക്കാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടാണ് ഇവിടെ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടെ വേറെയും കുറെ നിർഭയത്വത്തിൻ്റെതായിട്ടുള്ള സംഗതികൾ അതിൽപ്പെട്ടതാണ് പ്ലേഗ് രോഗം പോലെയുള്ള സംഗതികളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനെ സംരക്ഷിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദജ്ജാലിന് അങ്ങോട്ട് പ്രവേശനമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ വേറെയും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, നമ്മൾ നോക്കുക, ആ നിലക്കുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള ഈ ഹറം പ്രദേശം, ആ ഹറം പ്രദേശത്തിന്റെ മഹത്വം പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയണത് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം മഖാമിനെ നിസ്കാര സ്ഥലമാക്കണം എന്നാണ്. ഇവിടെ പോയി വത്തഖിദു ആദ്യം പറഞ്ഞ എന്താ? ആദ്യം പറഞ്ഞ വൈദ് ജാൽനൽ ബൈത്ത, കഅബത്തെ അല്ലെങ്കിൽ കഅബ ഉൾക്കൊള്ളുന്ന ഹറം പ്രദേശത്തെ നാം ജനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതും ജനങ്ങൾ പോയി മടങ്ങുന്നതുമായ പ്രദേശമാക്കുകയും നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കുകയും ചെയ്തു എന്ന ഒരു പൊതു വർത്തമാനം, ഒരു പ്രസ്താവന. ആ പ്രസ്താവന നടത്തിയതിനു ശേഷം വത്തഖിദു എന്ന ഒരു പ്രത്യേക കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അപ്പൊ ഇത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തി? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ, ഇബ്രാഹിം മഖാമിനെ നിങ്ങൾ ആക്കൂ എന്നത് ആ ഒരു കൽപ്പന വരുമ്പോ മുമ്പ് എന്തെങ്കിലും ഒരു കൽപ്പനയോട് അറ്റാച്ച് ചെയ്തതാണോ അത് എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, 122-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വത്തഖിദു, നിങ്ങൾ എന്താക്കുകയും വേണം? ഇബ്രാഹിം മഖാമിനെ നിസ്കാര സ്ഥലമാക്കുകയും വേണം എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തത്, മുമ്പത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹ് പരീക്ഷിച്ചപ്പോൾ ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, ജനങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഇമാമാക്കി നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ അർത്ഥം എന്താവും? വൽമാന അന്നഹു ലമ്മബ്തലാഹു ബികലിമാത്തിൻ വതമ്മഹുന്ന, ചില പ്രഖ്യാപനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് നടത്തുകയും ഇബ്രാഹിം നബി അത് പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല ഒരു പ്രതിഫലം എന്ന നിലക്ക് ഖാല ലഹു ജസാഅൻ ലിമാ ഫഅലഹു മിൻ ദാലിക്, ആ പ്രവർത്തനത്തിന് പ്രതിഫലമായിട്ട് അല്ലാഹു തആല പറഞ്ഞ ഇന്നി ജായിലുക ലിന്നാസി ഇമാമാൻ, വഖാല വത്തഖിദു മഖാം ഇബ്രാഹിമ മുസല്ല, പിന്നെ നിങ്ങൾ എന്താക്കുകയും വേണം? ആ ഒരു നിലക്ക് പിന്നെ നിങ്ങളെ ഇമാമായി നിശ്ചയിക്കുന്നതോടൊപ്പം ഇബ്രാഹിം മഖാമിന്റെ പ്രാധാന്യം നിങ്ങൾ കണക്കിലെടുക്കുകയും ചെയ്യണം എന്ന് വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. മൂന്നാമത്തെ അഭിപ്രായം, അന്നഹാദ അംറും മിനല്ലാഹി തആല അലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. എന്ത്? അയ്യത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം മഖാമിനെ നിസ്കാര സ്ഥലമാക്കണമെന്ന്. അത് മറ്റൊന്നിട്ട് ബന്ധമുള്ള ഒന്നല്ല. വഹുവ കലാമുൻ മുഅ്തരിദുൻ ഫീ ഖിലാലി ദിക്രി ഖിസ്സത്തി ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നെ ചരിത്രം പറയുന്നതിന്റെ ഇടയ്ക്കുള്ള ഒരു അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രത്യേക പ്രസ്താവനയാണത്. അപ്പൊ റസൂലുള്ളാഹിന്റെ സമുദായമാകുന്ന നമ്മളോടുള്ള പ്രത്യേക കൽപ്പനയാണത് എന്ന് ബഹുമാനപ്പെട്ട പിന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും എന്താ അതിന്റെ അർത്ഥം? അപ്പോ അന്നാൽ അമ്മ ഷറഫ്നാഹു വസഫ്നാഹു ബികൗനി മസാബത്തൻ ലിന്നാസി വഅംന, ജനങ്ങളെ കഅബാലയും അതിന്റെ പരിസരവും
ജനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന സ്ഥലവും നിർഭയത്വത്തിന്റെ കേന്ദ്രവുമായി നമ്മൾ ആദരിച്ചത് കൊണ്ട് ഫത്തഹിദൂഹു, അതിനാൽ നിങ്ങൾ അതിന് അന്തും ഖിബിലത്തല്ലി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലുള്ള ഖിബിലയാക്കി നിങ്ങൾ അതിനെ മാറ്റണം എന്നാണ് അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം. ഏതായാലും ശരി, ഇവിടെ ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞത് എന്താണ്? ദക്കറു അഖ്വാലൻ ഫി അന്ന മഖാം ഇബ്രാഹിം അലൈഹി സ്വലാം അയ്യു ഷൈഇൻ ഹുവ, ഇബ്രാഹിം മഖാം എന്താണ് എന്നതിൽ വിവിധ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും വായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്ന് അന്നഹു മൗലിഉൽ ഹജരി ഖാമ അലൈ ഇബ്രാഹിം അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി നിന്ന ഒരു കല്ലിന്റെ സ്ഥലമാണ്, ഒരു കല്ലിന്റെ ഭാഗമാണ് എന്ത് ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്നാണ് ഒരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനക്കാര് തന്നെ രണ്ട് അഭിപ്രായത്തിലുണ്ട്. എന്ത്? അന്നഹു ഹുവൽ ഹജറുല്ലദീ കാനത്ത് സൗജത്തു ഇസ്മാഈല വളഅത്തുഹു തഹത ഖദമി ഇബ്രാഹിം അലൈഹി സ്വലാം ഹീന ഖസലത റസഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആകുന്ന അമ്മോശന്റെ തല കഴുകി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അവരുടെ കാൽച്ചുവട്ടിൽ വെച്ചൊരു കല്ലാണ് അത്. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാം രിജ്ലഹു അലൈഹി, അതിന്റെ മേൽ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാല് വെച്ചു. അങ്ങനെ തലയുടെ ഒരു ഭാഗം പിന്നെ എന്ത് ചെയ്തു? പിന്നെ അവിടെ വെച്ച് കഴുകി, എന്നിട്ട് അത് ഉയർത്തി ഭാഗത്ത് വെച്ച് എന്ത് ചെയ്തു? മറ്റേ ഭാഗവും കഴുകി എന്നാണ് ഒരു വ്യാഖ്യാനം. വസാനിഹ, രണ്ടാമത്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അന്ന ഇബ്രാഹിം അലൈഹി സ്വലാം കാന യബ്നിൽ ബൈത വ ഇസ്മായിലു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കഅബത്തിന്റെ പണി നിർവഹിക്കുമ്പോൾ യുനാവിലുഹുൽ ഹിജാറ, കല്ലിനെ എന്ത് ചെയ്തിരുന്നു? പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം എടുത്തു കൊടുക്കും. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. യഖൂലാനി റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറയുകയും ചെയ്യും. അത് പിന്നെ ഇനി പറയേണ്ട ആയത്ത്, അതിന്റെ വിശദീകരണം. കഅബത്തിന്റെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കല്ലുകൾ എടുത്തു കൊടുക്കുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കല്ല് വെച്ചുകൊണ്ട് കഅബത്തിന്റെ ആ കെട്ടിടത്തിന്റെ പണി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഫലം മർത്തഫൽ ബുനിയാനു, കെട്ടിടം ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ ഇബ്രാഹിമു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ വളയിൽ ഹിജാറത്തി, കല്ല് അതുമേൽ വെക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അശക്തനാവുകയും ചെയ്തു. വെച്ചാൽ ഉയരം പാകാകാണ്ട് വരുമ്പോ പിന്നെ എന്ത് ചെയ്യൂല, എത്തൂല. എത്താണ്ട് വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഷമിച്ചു. അപ്പൊ ഖാമ അലാ ഹജരിൻ, ഒരു കല്ലിന്റെ മേലെ കയറി നിന്നു. വഹുവ മഖാമു ഇബ്രാഹിം, അതാണ് ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞത്. അതാണ് ആ വിഷയത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായവും. മനസ്സിലായില്ലേ? ഇബ്രാഹിം മഖാം എന്ന് പറയുന്നത് കഅബത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് ഉയരത്തിൻ്റെതായ പ്രശ്നം വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി എന്ന കല്ലാണ്. ആ കല്ല് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആവശ്യത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു അത്യത്ഭുതകരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളതാണ് എന്നതാണ് അതിലെ ആ വിഷയത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഏതായാലും ആ കല്ല് പിന്നീട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ കാൽപാദം പതിഞ്ഞ, രണ്ട് കാൽപാദങ്ങളും പതിഞ്ഞ ആ കല്ല് കഅബത്തിന്റെ പരിസരത്ത് തന്നെ പിന്നെ ഹിജ്ർ ഇസ്മായിൽ അറിയാലോ, പിന്നെ വാതിലിന്റെ അവിടെ നമ്മൾ തവാഫിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ പിന്നെ ഒരു അര മതിലുമായിട്ട് കാണുന്ന ആ ഭാഗം, ആ ഹിജ്ർ ഇസ്മായിലിന്റെ പിന്നെ അടുത്ത് കഅബയുടെ വാതിലിന് വടക്ക് ഭാഗത്തായിട്ട് ഹിജ്ർ ഇസ്മായിലിനോട് അടുത്ത് കഅബയുടെ ചുമരിൽ ചാരി വെച്ചതായിരുന്നു ആ കല്ല്. ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗത്ത് കഅബയുടെ ചുമരിൽ ചാരി വെച്ചതായിരുന്നു ആ കല്ല്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഇപ്പോ ഒരു പ്രത്യേക സ്തൂപമൊക്കെ ആക്കിയിട്ട് മക്കാമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, ഇബ്രാഹിം നബി സ്വലാമിന്റെ പിന്നെ കാൽപാദം പതിഞ്ഞ ആ കല്ലൊരു സ്ഥലത്ത് സ്ഥാപിച്ചു. എന്നിട്ട് ആ സ്ഥാപിച്ച കല്ലിന് നല്ലൊരു അടിപൊളി കുബ്ബ ഉണ്ടാക്കി. അപ്പൊ അത് തന്നെ ഇപ്പൊ മക്കാം പറഞ്ഞതേ. ആ ഒരു ഇബ്രാഹിം നബിന്റെ ഒരു കാൽപാദം പതിഞ്ഞ ആ കല്ലിന് തന്നെ എന്തുണ്ടാക്കിക്കാണ് അവിടെ? മക്കാം ഉണ്ടാക്കിക്കാണ്. ഇനി ജാറുണ്ട് എവിടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇബ്രാഹിം നബിന്റെ കാൽപാദം പതിഞ്ഞ അതിനെ അത്ര വലിയ ഇതാണെങ്കിൽ ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് എത്ര വലിയ കുബ്ബ ഉണ്ടാക്കേണ്ടി വരും അല്ലേ? അതാണ് സംഗതി. അപ്പൊ ആ കാൽപാദം പതിഞ്ഞ കല്ലിനെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്തു? കഅബത്തിന്റെ വാതിലിന്റെ മുൻഭാഗത്തായിട്ട് ഇപ്പൊ നമുക്കറിയാം കുറച്ചാണ് നീങ്ങിയാൽ പിന്നെ അവിടെ അത് സ്ഥാപിച്ചു. ആ സ്ഥാപിച്ച കല്ലിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കാര സ്ഥലമാക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ആ നിസ്കാര സ്ഥലമാക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഉമിറു അയ്യുസല്ലു ഇൻദഹു, തവാഫ് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് നിസ്കരിക്കണം. തവാഫ് കഴിഞ്ഞാലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം. ആ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം ഏതിന്റെ അടുത്ത് വെച്ച് തന്നെ പിന്നെ ഈ ഇബ്രാഹിം മഖാമിന്റെ അടുത്ത് തന്നെ വെച്ച്
നിസ്കരിക്കണം എന്നുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്ത് ഈ മഹത്തായ കഅബാലയത്തിന്റെ പരിസരത്തുള്ള ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞ കല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന്. അപ്പോ നമ്മളാ ഭാഗം ചുരുക്കാണ്. വൈദ് ബൈത്ത മസാബത്തൽ ലിന്നാസി വഅംനൻ, കഅബാലയത്തിനെയും പരിസരത്തെയും, ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബ മാത്രമല്ല ഹറം ഉൾപ്പെടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ഹറമിനെ നമ്മൾ ജനങ്ങൾക്ക് പോയി മടങ്ങാനുള്ള പ്രദേശമാക്കുകയും അഥവാ പോയവർക്ക് പിന്നെയും പോകാൻ തോന്നുന്ന, പോയാൽ അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന പ്രദേശമാക്കുകയും നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കുകയും ചെയ്തു. എന്നിട്ട് ഇബ്രാഹിം മഖാം എന്ന് പറയുന്ന അത്യത്ഭുതകരമായ ആ കല്ലിന്റെ പിൻഭാഗം നിങ്ങൾ നിസ്കാര സ്ഥലമാക്കി ആദരിക്കണമെന്ന് അവരോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് വഅഹദിന ഇലാ ഇബ്രാഹിമ വ ഇസ്മായിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടും നമ്മൾ എന്ത് ചെയ്തു? കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? നിങ്ങൾ കഅബാലയത്തെ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. ഇവിടെ നമ്മൾ ഈ കഅബത്തിന്റെ മഹത്വവും പ്രത്യേകതയും ഇമാം റാസി റളിയല്ലാഹു അൻഹു വളരെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. കഅബത്തിന്റെ പ്രത്യേകത ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്നെ ശുഅബുൽ ഈമാനിൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, വിശദമായ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഖുൽതു യാ റസൂലല്ലാഹ് അയ്യു മസ്ജിദിൻ വുളിഅ അലൽ അർളി അവ്വലൻ, ആദ്യമായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചപ്പോൾ കാല അവിടുന്ന് പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മക്കത്തെ മസ്ജിദുൽ ഹറാമാണ് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ സുമ്മൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസിലെ മസ്ജിദുൽ അഖ്സയാണെന്ന് പറഞ്ഞു. ഖുൽതു കം ബൈനഹുമ, അത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം എത്രയാണ് വെച്ചാൽ ഈ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് മറ്റേ പള്ളി ഉണ്ടാക്കുന്നതിന്റെ ഇടക്കുള്ള കാലാവധി എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു 40 സനത്തൻ, 40 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അതൊരു അഭിപ്രായമാണ്. ഫൈനമ അദറക്കത്തുക സ്വലാത്തു ഫസല്ലി ഫഹു മസ്ജിദുൻ, ഈ രണ്ട് പള്ളികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും ഫൈനമ അദറക്കത്തുക സ്വലാ, നിനക്ക് എവിടെയാണോ നിസ്കാര സമയത്ത് നീ എത്തുന്നതെങ്കിൽ ഫസല്ലി, അവിടെ വെച്ച് നിസ്കരിക്കണം. കാരണം ഫഹു മസ്ജിദുൻ, അത് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഈ ഭൂമിയിൽ എവിടെ എന്താക്കാം? നിസ്കരിക്കാം. പക്ഷേ മസ്ജിദുൽ ഹറാമിലോ മസ്ജിദുൽ അഖ്സയിലോ മസ്ജിദുൽ നബവിയിലോ ഒക്കെ എത്താൻ പറ്റുമെങ്കിൽ ആ പറ്റുന്നിടത്തേക്ക് നീ എന്താക്കണം? എന്തായാലും നന്നായിട്ട് ശ്രദ്ധിച്ച് അവിടേക്ക് പോകാൻ ശ്രമിക്കണം. കാരണം എന്താ? മറ്റു പള്ളികളിലൊന്നും ഇല്ലാത്ത പ്രത്യേകതയും പവറും അവിടെ ഉണ്ട്. അതാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഒരു പള്ളിയുണ്ട്, ഈ പള്ളിയിൽ സമയമായി ഇവിടെ നിസ്കരിക്കുന്നതും കുറെ അപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെ നിസ്കരിക്കുന്നതും രണ്ടും കണക്ക് തന്നെയാണ്. പള്ളി എന്ന നിലക്ക് പ്രത്യേകത ഏത് പള്ളിക്കേ ഉള്ളൂ? ഈ 3 പള്ളികൾക്കേ ഉള്ളൂ. അത് അതാണ് ഒരു ഹദീസ് റസൂൽ പറഞ്ഞത്, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ വാഹനം കെട്ടിപ്പോകരുത്. ചാൽ വണ്ടി കയറരുത് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് പ്രത്യേകം പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ സംവിധാനം ഉണ്ടായിട്ട് മറ്റൊരു പള്ളിയിലേക്ക് പോയിട്ട് കാര്യമല്ല. ഇവിടത്തെക്കാൾ അവിടെ കൂലിയിട്ടെന്ന് വിചാരിച്ചു, പള്ളി എന്ന നിലക്ക് കൂലിയിട്ടെന്ന് വിചാരിച്ചു പോകാൻ പാടില്ല. എവിടേക്കല്ലാതെ? ഈ 3 പള്ളിക്കല്ലാതെ. അപ്പൊ ഈ 3 പള്ളികളിൽ നിസ്കരിച്ചാൽ മക്കത്തെ മസ്ജിദുൽ ഹറാമിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടും, മദീനത്തെ മസ്ജിദുൽ നബവിക്ക് 1000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടും. പ്രബല അഭിപ്രായം അനുസരിച്ച് മസ്ജിദുൽ അഖ്സക്ക് 500 റക്അത്തിന്റെ പ്രതിഫലം കിട്ടും, അല്ലെ 500 നിസ്കാരത്തിന് പ്രതിഫലം കിട്ടും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച്, പള്ളി എന്ന നിലക്കുള്ള പുണ്യം ഈ പള്ളിയേക്കാൾ മറ്റൊരു പള്ളിക്കുണ്ടെന്ന് വിചാരിച്ച് ഈ 3 പള്ളികളിലേക്കേ പോകാവൂ. ആ പറഞ്ഞ ഹദീസ് ബാക്കിയുള്ള ലോകത്തെ എല്ലാ പള്ളിയും കണക്കാണ് എന്ന് പറയാൻ വേണ്ടി റസൂൽ പറഞ്ഞ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് സിയാറത്ത് യാത്ര പാടില്ല എന്നാണ് ആ ഹദീസിന്റെ മായനാന്ന് വെക്കാൻ മാത്രം നിലവാരം കുറഞ്ഞ ആളുകൾ നമ്മളെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, ആ ഹദീസിൽ വാസ്തവത്തിൽ സിയാറത്തിനെ കുറിച്ച് ഒരു ചർച്ചയില്ല. ഹദീസിൽ ആകെയുള്ള ചർച്ച ഈ 3 പള്ളി എന്ന നിലക്ക് പ്രത്യേകം പുണ്യം വിചാരിച്ച് ഈ 3 പള്ളിക്കല്ലാതെ വേറെ എങ്ങോട്ടും നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ്. അവിടെ സിയാറത്തിനെ പറ്റിയുള്ള വർത്താനേയില്ല. എന്നിട്ടും അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ അവരിപ്പം ഇനി എന്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യും എന്ന കാര്യം നമ്മൾ എന്താക്കിയാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിശദീകരിച്ച് പറഞ്ഞു, ഈ ഭൂമിയിൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിരിക്കുന്ന ഭവനമാണ്, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭവനമാണ് മഹത്തായ ഈ കഅബാലയം എന്ന് പറയുന്നത്. ഞാൻ എന്റെ കഅബത്തിന്റെ ചരിത്രമൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ പലപ്പോഴും കേൾക്കണതായതുകൊണ്ട് ഞാനത് വിശദീകരിക്കേണ്ടതില്ല തോന്നുന്നു എനിക്ക്, അല്ലെ? വിശദീകരിച്ചൊരു ഒന്നിച്ചില്ലാനും പേജ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പണി ഉൾപ്പെടെ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കഅബത്തിന്റെ നിർമ്മാണത്തിന്റെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും കഅബത്തിന്റെ പുനർനിർമ്മാണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആദ്യമായിട്ട് കഅബത്തിന്റെ പണി നിർവഹിച്ചത് മഹാന്മാരായ മലക്കുകളാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ബനാ ബൈത റബ്ബിൽ അർശി ഹശറും ഫഖുദുഹുമു മലായികത്തുല്ലാഹിൽ കിറാമു വആദമു ഫശീസും വഇബ്രാഹീമു സുമ്മ അമാലിഖു ഖുസയ്യുൻ ഖുറൈശുൻ ഖബ്ല ഹാദൈനി ജുർഹുമു വഅബ്ദുല്ലില്ലാഹി ഇബ്നു സുബൈരി ബനാ കദാ ബിനാഉൻ ലിഹജ്ജാജിൻ വഹാദാ മുതമ്മമു. ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു തന്റെ ബുഖാരിയുടെ ശറഹിൽ രേഖപ്പെടുത്തിയത് കാണാം. ബനാ ബൈത റബ്ബിൽ അർശി അശ്റുൻ, 10 വിഭാഗം ആളുകള് കഅബത്തിന്റെ പണി നിർവഹിച്ചിട്ടുണ്ട്. ഫഖുദുഹുമു, അവരെ നീ പിടിച്ചു വെച്ചാൽ ആളുകളെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് മലായികത്തുല്ലാഹിൽ കിറാം, അള്ളാഹുവിന്റെ മലക്കുകളാണ് കഅബത്തിന്റെ പണി നടത്തിയത്. ആദമു, പിന്നീട് ആദം നബി അലൈഹി ഇസ്ലാം നിർവഹിച്ചു. ഫഷീസുൻ, പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഉള്ള കഅബത്തിന് കേടുപാട് സംഭവിച്ചപ്പോ ഷീസ് നബി അലൈഹി ഇസ്ലാമും, പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും, സുമ്മ അമാലിഖുൻ, പിന്നെ അമാലിഖ് വർഗം എന്ന് പറയുന്ന പ്രാചീന അറബികളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം, അവരും കഅബത്തിന്റെ പുനർനിർമ്മാണം നടത്തി. ഖുസയ്യുൻ, പിന്നീട് റസൂലുള്ളാഹിന്റെ പിതാമഹന്മാരിൽപ്പെട്ട ഖുസൈ എന്നവരും, ഖുറൈശുൻ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായിരുന്ന ഖുറൈശികളും കഅബത്തിന്റെ പുനർനിർമ്മാണം നടത്തി. എന്നാൽ ഖുസൈന്റെയും ഖുറൈശിന്റെയും മുമ്പ് ജുർഹും ഗോത്രക്കാർ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കഅബത്തിന്റെ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. പിന്നീട് മഹാനായ ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ പുനർനിർമ്മാണം നടത്തി. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഒരു സവിശേഷമായിട്ടുള്ള പുനർനിർമ്മാണമാണ്. അതായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ കഅബയെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൗലാ ഖൗമുക്കി ഹദീസു അഹദിൻ ബിൽ ഇസ്ലാമി ലബനൈതുൽ കഅബത അലാ ഖവായിദി ഇബ്രാഹിം. ആയിഷ, നിന്റെ നാട്ടുകാര് ഇസ്ലാമിൽ ഇപ്പോ വന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ അവർക്കിത് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമോ എന്നുള്ള ഭയമില്ലായിരുന്നുവെങ്കിൽ കഅബാലയത്തെ ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അതേ തറമ്മൽ ഞാൻ എന്താക്കുമായിരുന്നു, പുനർനിർമ്മിക്കുമായിരുന്നു. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബത്തിന്റെ ആ കൃത്യമായ അത്രയും കഅബത്തിന്റെ വ്യാസം ആരുണ്ടാക്കിയതിലില്ല, ഖുറൈശികൾ ഉണ്ടാക്കിയതിലില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്താ വെച്ചാ കാരണം, അതിന് ചോദിച്ചപ്പോ ആയിഷ ബീവി എന്നെ ചോദിച്ചപ്പോ റസൂലുള്ള കാരണം പറഞ്ഞത് അവർക്ക് ഹലാലാണെന്ന് ഉറപ്പുള്ള മുതലിന്റെ കമ്മിയുണ്ടായിരുന്നു. അതായത് വളരെ മോശക്കാരാണ് അവരെങ്കിലും അള്ളാന്റെ ഭവനമായ കഅബത്തോട് അവർക്കും തോന്നിയിട്ടുള്ള ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമാണത്. അതുകൊണ്ട് അവര് പറഞ്ഞു, എന്ത്, ഞങ്ങള് ഹലാലാണെന്ന് ഉറപ്പുള്ള പണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ടാക്കാം. അപ്പൊ കുറച്ച് സ്ഥലം എന്താക്കി, കുറച്ച് സ്ഥലം അവരായിരുന്നു ഒഴിച്ചിട്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ തര അനുസരിച്ചുള്ളതിൽ നിന്ന് കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടു. ആ ഒഴിച്ചിട്ട സ്ഥലം പിന്നീട് എന്താക്കി ഒരു അരമതിലാക്കി അങ്ങനെ നിർത്തിയത് ഇപ്പോഴും പോയാൽ കാണാലോ, ഹിജ്ർ ഇസ്മായിൽ പറഞ്ഞിട്ട്. അത് വാസ്തവത്തിൽ നമുക്ക് ഉപകാരമാണ്. കാരണം എന്താ, എല്ലാവർക്കും കഅബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാനുള്ള അവസരം. മറ്റപ്പോ കഅബ കഴുകണ സമയം വലിയ വലിയ ആൾക്കാർക്ക് പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ അല്ലേ എന്തിനു അവസരം ഉണ്ടാവുള്ളൂ, കഅബത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. എന്നാ എല്ലാവർക്കും കയറാനുള്ള അവസരം ആ ഒരു മോഡല് ഒരു വളച്ചു കെട്ടിയിട്ടുള്ള കഅബത്തിന്റെ കുറച്ച് സ്ഥലം അത് കഅബത്തിൽപ്പെട്ട തന്നെയാണ്. പക്ഷെ അന്ന് അങ്ങനെ പുനർനിർമ്മാണത്തിന്റെ സമയത്ത് അങ്ങനെ മുഴുവൻ പണമില്ലാത്തത് കൊണ്ട് അവർ ഒഴിച്ചിട്ടതായിരുന്നു. പിന്നീട് നബിതങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നല്ലോ എന്ന് വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് താൻ എന്ത് ചെയ്തു, അതും കൂടെ ചേർത്തുകൊണ്ട് ആ തറയും കൂടെ ചേർത്തുകൊണ്ട് ഫുള്ളായിട്ടുള്ള ഒരു ഭവനം മഹാനവറുകൾ ഉണ്ടാക്കി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇങ്ങനെ ജനങ്ങളുടെ ഈമാൻ പേച്ചു പോകും എന്നുള്ള പേടി കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ പിന്നെ ആ പ്രശ്നമില്ലല്ലോ, എല്ലാവർക്കും അത് അറിയാലോ, ആ ഹദീസും അറിയാലോ എന്ന നിലക്ക് മഹാനവറുകൾ അങ്ങനെ ചെയ്തു. പക്ഷേ അക്കാലഘട്ടത്തിലെ ചില പ്രധാന ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയത് അവിടെ ഭരണാധികാരിയുടെ നോമിനിയായി വന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം എന്ത് ചെയ്തു, അത് പൊളിച്ച് പഴയ രൂപത്തിൽ തന്നെ ഉണ്ടാക്കി. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ രൂപം വാസ്തവത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെതായിട്ടുള്ള ആ പുനർനിർമ്മാണത്തിന്റെ ഭാഗമാണ്. അങ്ങനെ 10 വിഭാഗം ആളുകൾ വേറെയും അനിവാര്യമായ ചില മാറ്റങ്ങളെ കുറിച്ചുള്ള 1-2 വിഭാഗത്തെ കുറിച്ചുകൂടി ചർച്ച കാണാൻ പറ്റും. ഏതായാലും ശരി, ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ
പുനർനിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ആളുകളെല്ലാം പണിയെടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല അക്കാലഘട്ടത്തിൽ നിങ്ങൾ എന്താക്കണം, എല്ലാ വിധത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും കഅബയെ ശുദ്ധിയാക്കണം എന്ന് നിർദ്ദേശിച്ചു. അൻതഹിറ ബൈതിയ ലിത്വായിഫീൻ, ത്വാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്റെ ഭവനത്തെ എന്താക്കണം, നിങ്ങൾ ശുദ്ധിയാക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല നിർദ്ദേശം കൊടുത്തു. ഇവിടെ ഇബ്രാഹിം മഖാമും അതേപോലെ തന്നെ അജറുൽ അസ്വദും ആ രണ്ടിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഈ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ഹദീസ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അർറുക്നു വൽ മഖാമു, അജറുൽ അസ്വദ് എന്ന ആ കല്ലും അതേപോലെ തന്നെ ഇബ്രാഹിം മഖാം പറഞ്ഞ കല്ലും യാഖൂത്തത്താനിമിയും യവാഖീത്തിൽ ജന്ന, സ്വർഗത്തിലെ മാണിക്യങ്ങളിൽപ്പെട്ട മാണിക്യമാകുന്നു. തമസല്ലാഹു നൂറഹുമ, അത് രണ്ടിന്റെയും പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വന്നപ്പോൾ എന്ത് ചെയ്തതാണ്, കെടുത്തിക്കളഞ്ഞതാണ്. വലൗലാദാലിക, ആ പ്രകാശം കെടുത്തിക്കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കൻ പടിഞ്ഞാറൻ ചക്രവാളങ്ങൾക്കിടയിലുള്ള എല്ലാ ഭാഗത്തേക്കും എന്താക്കും, അത് പ്രകാശം പരത്താൻ മാത്രം പര്യായമായതാകുമായിരുന്നു. ഒമാ മസ്സഹുമാ ദൂ ആഹത്തിൻ വലാ സഖീമിൻ ഇല്ലാ ശുഫിയ, ഏതൊരു അത്യാഹിതമുള്ളയാളും അതേപോലെ തന്നെ രോഗിയും അതിനെ തൊട്ടാൽ, അതിനെ സ്പർശിച്ചാൽ അവന് ശമനവും കിട്ടാതിരിക്കില്ല. വലിയ പവറുള്ള സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് കല്ലുകളാണത് എന്നതാണ് ആ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഏതായാലും ശരി, അന്ത്യനാളിൽ അതൊക്കെ ശുപാർശയ്ക്ക് വേണ്ടി അതിനെ ആദരിച്ചവർക്കുള്ള ശുപാർശയുമായി കടന്നു വരുമെന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് അൻതഹിറ ബൈതിയ, നിങ്ങൾ രണ്ടുപേരും എന്റെ ഭവനത്തെ ശുദ്ധിയാക്കണം. ഇവിടെ ശുദ്ധിയാക്കൽ എന്ന് പറയുന്നത് അത്തതഹീറു മിൻ കുല്ലി അംരിൻ യലീഖു ബിൽ ബൈതി, കഅബത്തിനോട് യോജിക്കാത്ത നിലക്കുള്ള എല്ലാത്തിൽ നിന്നും ശുദ്ധിയാക്കുക തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിനിങ്ങനെ ഒന്ന് രണ്ടെന്ന് വെവ്വേറെ ആക്കേണ്ടതൊന്നുമില്ല. മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധമാക്കണം, അതേപോലെ തന്നെ അവിടെയുള്ള ബിംബങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണം, ശിർക്കിൽ നിന്ന് ശുദ്ധമാക്കണം. ആ നിലക്കുള്ള എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും കഅബത്തിനെ ശുദ്ധിയാക്കി അത് സംരക്ഷിക്കാനുള്ള നിർദ്ദേശം തവാഫ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ അവിടെ ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്കുമൊക്കെ ഏറ്റവും വലിയ സ്വസ്ഥമായ ആരാധനക്കുള്ള സംവിധാനം ഒരുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അതേപോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയുണ്ടായി. അവരാ പണി കൃത്യമായി നിർവഹിക്കുകയും അതിനോടനുബന്ധിച്ച് അവർ നിർവഹിച്ചിട്ടുള്ള പ്രാർത്ഥനകളും ബാക്കി സംഗതികളും ഒക്കെ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. നാളെ ഇൻഷാ അല്ലാ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റി വിശദീകരിക്കാൻ ഇപ്പൊ എന്തായാലും സമയമല്ല, എന്റെ ടൈം തീർന്നു. മാത്രമല്ല ഞാൻ ഈ സമയം ഷാർപ്പാക്കിയിട്ട് വേറെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ സൗകര്യം പോലെ എന്ത് ചെയ്യാം, പറ്റുകയാണെങ്കിൽ നാളെ ഞാൻ വിശദീകരിച്ചു തരാം ഇൻഷാ അല്ലാ. നാളെ ഓർമ്മ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഷാ അല്ലാ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാ ഞാനത് പറയാം. ഓക്കെ. പിന്നെ അത് പറയണതിൽ അത്ര വലിയൊരു ഒരു എന്താ പറയാ, ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറയുമ്പോ പ്ലസ് അല്ല, പറയാനുള്ളതൊക്കെ മൈനസ് ആണ്. എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരാളെ പറ്റി പറയണോ എന്നുള്ള ചർച്ചയൊക്കെ ചിലപ്പോ പലരും നടത്താറുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ നോക്കാം. വളരെ നോർമലായിട്ട് ഒരു ചെറിയ ഒരു ബ്രീഫായിട്ടുള്ള വിശദീകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാ നാളെയും ഇതേ സമയത്ത്, അതായത് UAE ടൈം 4:45 5:45 വരെ ഇൻഷാ അല്ലാ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോ നമ്മളെ ക്ലാസ്സൊക്കെ ഒന്നുകൂടി സജീവാക്കാൻ എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ച് പ്രവർത്തകരൊക്കെ കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പരിപാടികളൊക്കെ കൂടുതൽ വിജയിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം. രാത്രിയിലെ ചർച്ചയൊക്കെ വളരെ സജീവമായി പണ്ടത്തെ പോലെയുള്ള സജീവതയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ അതുപോലെ എല്ലാവരും തിരിച്ചു വരും. പക്ഷെ നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ ആലസ്യം എല്ലാവരും വെടിയണം. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർ ഇതുവരെ പറയാത്ത. ശരി ഇൻഷാ അല്ലാ. അപ്പൊ ഒക്കെ ഖൈറിലും സന്തോഷത്തിലും ആകാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കുക. നമുക്കൊക്കെ അല്ലാഹു തആല എല്ലാ നന്മയും നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിജമീഇൽ മുസ്ലിമീൻ توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين وصلى الله على النبي المصطفى محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.